الحمد لله الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أيها الناس أوصيكم وإياي أولا بتقوى الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم صبغة الله ومن أحسن من الله صبغة ونحن له عابدون صدق الله العلي العظيم. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് അവന്റെ വിധി വിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് എൻ്റെ സഹോദരി സഹോദരന്മാരോട് ഉപദേശിക്കുന്നു. നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാമൂഹ്യ ക്രമത്തിനകത്ത് ഞാനൊരു മുസ്ലിമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നിലകൊള്ളുക എന്നത് നാം മുറുകെ പിടിക്കുന്ന തൗഹീദിന്റെ ആദർശത്തിന്റെ അനിവാര്യമായ താല്പര്യമാണ്. മുസ്ലിമായി ജീവിച്ചു മരിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വിശ്വാസിക്കും അവർ ജീവിക്കുന്ന സമൂഹം എത്ര കലുഷമായ അവസ്ഥയിലാണെങ്കിൽ പോലും ഞാനൊരു മുസ്ലിമാണ് എന്ന പ്രഖ്യാപനത്തിന്റെ അടിസ്ഥാനത്തിൽ തല ഉയർത്തിപ്പിടിച്ച് ജീവിച്ച് മുന്നേറേണ്ടതുണ്ട്. ചരിത്രം അങ്ങനെയാണ് നമ്മെ അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദിന്റെ ഏറ്റവും ഉദാത്ത വക്താവായി പരിചയപ്പെടുത്തിയ ഹസ്രത്ത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ പരിചയപ്പെടുത്തിയിടത്ത് അദ്ദേഹം ജനിച്ച ജീവിച്ച ഇറാഖിന്റെ എല്ലാ സങ്കീർണതകൾക്ക് നടുവിലും അന മുസ്ലിം, ഞാൻ മുസ്ലിമാണെന്ന് പറയാൻ അദ്ദേഹം കാണിച്ച കരുത്തിനെ, അതിന്റെ അടിസ്ഥാനത്തിൽ തന്റെ ആദർശം മുറുകെ പിടിച്ചുള്ള ജീവിതത്തെ, പ്രബോധനത്തെ എടുത്തു ഉദ്ധരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സമൂഹം ഏറെ സങ്കീർണമായിരുന്നു. നമ്രൂദ് രാജനും ആസർ എന്ന പട്ടം സ്വീകരിച്ചിരിക്കുന്ന ഇബ്രാഹിമിന്റെ സ്വന്തം പിതാവായ പുരോഹിത പ്രമുഖരും കൂടിയുള്ള കൂട്ടുകെട്ട്, അവിശുദ്ധ കൂട്ടുകെട്ട്, ശിർക്കൻ ചിന്താഗതിയിൽ ഇറാഖിനെ മുന്നോട്ട് നയിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് നാം പലപ്പോഴായി കേട്ടതുപോലെ ഹജ്ജിന്റെ ഭാഗമായും വലിയ പെരുന്നാളിന്റെ ഭാഗമായി അനുസരിക്കുന്നത് പോലെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രവർത്തനം തുടങ്ങുന്നത്. അത്തരം ഒരു സാമൂഹ്യ ക്രമത്തിനകത്ത് നിന്നുകൊണ്ട് ഞാൻ ആരെന്ന് പറയാൻ അദ്ദേഹം ഒട്ടും ഭയപ്പെട്ടില്ല. ഭരണകൂടം അദ്ദേഹത്തിന് എതിരാകുമെന്നറിയാം, അല്ലെങ്കിൽ എതിരാണ്. സ്വന്തം പിതാവ് അദ്ദേഹത്തെ നിന്ന് ആട്ടിയിറക്കിയവനാണ്. അർജുമന്നക്കും എറിഞ്ഞു കൊല്ലും നിന്നെ എന്ന് പിതാവ് തന്നെ ഭീഷണിപ്പെടുത്തിയതാണ്. കുടുംബത്തിന്റെ അഭിമാനം കാക്കാൻ എന്ന പേരിൽ, വർഗത്തിന്റെ ആത്മാഭിമാനം കാക്കാൻ എന്ന പേരിൽ സ്വന്തം കുടുംബത്തിൽപ്പെട്ടവരെ കൂട്ടത്തോടെ
ചേർന്ന് കൊന്നുകളയാൻ മടിയില്ലാത്ത അവസ്ഥകൾ നമ്മുടെ നാട്ടിൽ പുറത്ത് നമ്മൾ കേൾക്കാറുണ്ട്, ഉത്തരേന്ത്യയിലൊക്കെ സവിശേഷമായിട്ട്. അപ്പൊ കുടുംബത്തിന്റെ അഭിമാനം എന്ന് പറയുന്നത് ദുരഭിമാനത്തിന്റെ ഭാഗമായി സ്വന്തം മകനെ തള്ളിപ്പറയാനും എറിഞ്ഞു കൊല്ലാനും വീട്ടിൽ നിന്ന് ഇറക്കി വിടാനും ഒക്കെ തയ്യാറായ, ഒരു പിന്തുണയും സ്വന്തം വീട്ടിൽ നിന്ന് പോയി കിട്ടാത്ത ഏറെ ദുരിതപൂർണമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിത പശ്ചാത്തലത്തിൽ പ്രത്യേകം നാം ഓർക്കുക. പക്ഷെ അവരുടെ മുഖത്ത് നോക്കി അദ്ദേഹം പറഞ്ഞ വർത്തമാന സൂറ അൽ അൻആമിലെ 29-ാം വാക്യം ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. ഇന്നി വജ്ജഹതു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർളി ഹനീഫ. ഞാൻ എൻ്റെ മുഖത്തെ ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച നാഥന് നേരെ തിരിച്ചു വെച്ചിരിക്കുന്നു. ഹനീഫ, ഋജുമാനസനായിക്കൊണ്ട്, നിഷ്കളങ്കനായി, ഒട്ടും കാപ്പട്യമില്ലാതെ ആത്മാർത്ഥമായി ഞാൻ ഈ ദീനിന്റെ ഭാഗമാണ്, ഞാൻ മുസ്ലിമാണ്. ഞാൻ മുസ്ലിമാണെന്ന് പറയുന്നതിന് പകരം ആ സമൂഹത്തിന്റെ കുറിക്ക് കൊള്ളുന്ന ഒരു പ്രയോഗമാണ് അദ്ദേഹം നടത്തുന്നത്. ഖുർആൻ പറയുന്നു, വമാ അന മിനൽ മുശ്രിക്കീൻ, ഞാൻ നിങ്ങളെപ്പോലെ ബഹുദൈവ ആരാധനപ്പെട്ടവരല്ല. നിങ്ങൾ എന്റെ പിതാവ് സ്വന്തം കരം കൊണ്ടുണ്ടാക്കിയ വസ്തുവകകളെ പൂജിക്കുന്നവരാണ്, മുശ്രിക്കീങ്ങളാണ്. ഞാൻ മുശ്രിക്കല്ല എന്ന് പറയുമ്പോൾ ഞാൻ മുസ്ലിം ആണെന്ന കേവല വർത്തമാനമല്ല, ഞാൻ നിങ്ങളുടെ കൂട്ടത്തിലല്ല എന്ന ഉറച്ച വർത്തമാനമാണ്. അതേ പ്രയോഗമാണ് ഖുർആൻ നടത്തിയത്. വമാ അന മിനൽ മുശ്രിക്കീൻ, ഞാൻ മുശ്രിക്കീങ്ങൾപ്പെട്ടവരല്ല. ഞാനൊരു മുസ്ലിമാണ്, അന മുസ്ലിം, ഐ ആം എ മുസ്ലിം എന്ന പ്രയോഗത്തെ ഊന്നി മുമ്പിൽ നിർത്തിക്കൊണ്ടാണ് അദ്ദേഹം രംഗത്തിറങ്ങിയത്, പ്രവർത്തിച്ചത്. നമുക്കറിയാം, പ്രവർത്തനത്തിനൊടുവിൽ അദ്ദേഹത്തിന്റെ പ്രബോധന കാലത്ത് ആ സമൂഹത്തിന്റെ കണ്ണു തുറപ്പിക്കാൻ, അതിലെ സാധാരണക്കാരനായ, അക്ഷരജ്ഞാനം പോലും ഇല്ലാത്ത ഒരു തനി സാധാരണക്കാരന് പോലും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഇടപെടൽ നടത്തി. അവരുടെ ആരാധനാലയത്തിൽ കയറി ചെന്നു. അവരുടെ ആരാധനാലയമല്ല, സ്വന്തം പിതാവിന്റെ ആരാധനാലയം. പിതാവിന് ശേഷം അടുത്ത മുഖ്യ പുരോഹിതനായി, മുഖ്യ പോറ്റിയായി മാറേണ്ട കക്ഷിയാണ് ഇബ്രാഹിം. പാരമ്പര്യമായിട്ട് അങ്ങനെയാണ് വരിക. അതുകൊണ്ട് ആരുടെയോ അമ്പലത്തിൽ കയറിയിട്ടല്ല, സ്വന്തം കുടുംബ ദേവാലയത്തിൽ കയറിയിട്ട് അദ്ദേഹം നമുക്കറിയാവുന്നതുപോലെ ചെറിയ വിഗ്രഹങ്ങളെ കഷ്ണിച്ച് കളയുകയും വലിയവന്റെ കഴുത്തിൽ കോടാലി വെക്കുകയും ചെയ്തു. ഈ വിഷയം സമൂഹം അറിഞ്ഞു. ആരാണ് ചെയ്തത്? ഇത് ചെയ്യാൻ ആർക്കാണ് ധൈര്യം ഉണ്ടാവുക എന്ന് അവർ ചോദിച്ചു. നമ്മുടെ ദൈവങ്ങളെ തൊട്ട് കളിക്കാൻ ആർക്കുണ്ട് ധൈര്യം എന്നവർ ചോദിച്ചു. ഇന്നഹു ലമിനൽ ളാലിമീൻ, അത്തരമൊരു വൃത്തി ചെയ്തവൻ, അത്തരമൊരു കർമ്മ ഏറ്റവും വലിയ അക്രമിയാണ് എന്നവർ പ്രഖ്യാപിച്ചു. സൂറ അൽ അംബിയ 59-ാം വചനം. അപ്പോ ഈ കേട്ടു നിൽക്കുന്ന ഈ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടി വന്ന ജനസമൂഹം ഒന്നടങ്കം പറഞ്ഞു കാലു, അവരെല്ലാവരും പറഞ്ഞു എന്നാണ്. ഒരാൾ പറഞ്ഞു എന്നല്ല, ബഹുവചനമാണ്. കാലു, അവരെല്ലാവരും പറഞ്ഞു. ഒരു യുവാവിനെ കേട്ടിട്ടുണ്ട്, ഒരു ചെറുപ്പക്കാരൻ, അവനാണ് പ്രശ്നക്കാരൻ. സമയന ഞങ്ങൾ കേട്ടിരിക്കുന്നു ഫതൻ, ഒരു യുവാവിനെ. ഇബ്രാഹിം, അവന്റെ പേര് ഇബ്രാഹിം എന്നാണ്. ഇബ്രാഹിം എന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു കാലഘട്ടത്തിൽ ഖുർആൻ പഠിപ്പിച്ച ചരിത്രം. ആ സമൂഹം ഒന്നടങ്കം അദ്ദേഹത്തിനെതിരായി, അദ്ദേഹത്തിന്റെ ആദർശത്തിനെതിരായി. സമൂഹം ആദരിക്കുന്ന സ്ഥാനത്തിരിക്കുന്ന പിതാവിന്റെ മകനായതുകൊണ്ട് സ്വാഭാവികമായി ആദരവ് കിട്ടേണ്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം. അങ്ങനെയാണ് നമ്മുടെ സാമൂഹിക ക്രമം. നാം ആദരിക്കുന്ന ഒരാളുടെ മകനെ നമ്മൾ അങ്ങനെ തന്നെ കാണാൻ ശ്രമിക്കും, ബഹുമാനത്തോടെ. അപ്പൊ ആ നിലയ്ക്ക് സ്വമേധയാ ആദരവ് കിട്ടേണ്ടുന്ന ഒരു വ്യക്തിത്വമായിരിക്കെ തന്നെയും അദ്ദേഹത്തിന്റെ ആദർശത്തിന്റെ മാർഗത്തിൽ ഞാനൊരു മുസ്ലിമാണ്. ഖുർആന്റെ വചനം. ഞാൻ മുശ്രിക്കല്ല കേട്ടോ, നിങ്ങളെപ്പോലെയല്ല ഞാൻ. നിങ്ങളുടെ ആദർശമല്ല എന്റേത് ഏറെ വ്യതിരിക്തമാണ്, സവിശേഷമാണ്. എന്റെ നാഥൻ നൽകിയ ആദർശം, സൃഷ്ടിച്ച നാഥനാരോ അവൻ നൽകിയ ആദർശം, അതനുസരിക്കുന്നവനാണ് ഞാൻ എന്ന് അദ്ദേഹം പച്ചക്ക് പറഞ്ഞു. ആ സമൂഹത്തിലെ അവസാനത്തെ ആൾക്ക് ഈ യുവാവിനെ അറിയാം, അതാണ് പ്രത്യേകത. അതുകൊണ്ട് അവർ കാലോ ഒന്നടങ്കം പറഞ്ഞു ഒരു യുവാവിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. എല്ലാവരും പറയാറുണ്ട് അവനെ കുറിച്ച്. യുഖാലിലഹു ഇബ്രാഹിം, അവന്റെ പേര് ഇബ്രാഹിം എന്നാണെന്ന് സൂറ അൽ അംബിയ 60-ാം വചനം. ഇങ്ങനെ ഒരു ചരിത്ര സാക്ഷ്യവും ഖുർആൻ അടയാളപ്പെടുത്തി. അപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമ ഏറെ സങ്കീർണമായ സമൂഹം മൊത്തം അദ്ദേഹത്തിനും അതിൽ ആദർശമെതിരായ ഒരു പശ്ചാത്തലത്തിൽ അവിടെ നിൽക്കാൻ കഴിയില്ല എന്ന് ബോധ്യമുള്ള ഒരു സാമൂഹിക ക്രമത്തിനകത്ത് ഞാനൊരു മുസ്ലിമാണെന്ന് പറയാൻ, അതിന്റെ ഐഡന്റിറ്റി മറച്ചു വെക്കാൻ ശ്രമിച്ചില്ല, വെളിപ്പെടുത്താൻ ധൈര്യം കാണിച്ചു.
തന്റെ ആദർശ മാർഗത്തിൽ മുന്നോട്ട് പോയി ചരിത്രം നമ്മൾ പഠിച്ചതാണ്. ശേഷം ഇബ്രാഹിം മില്ലത്തിൽ വരുന്ന ഒരു പ്രവാചകനെ ഖുർആൻ പരിചയപ്പെടുത്തുന്നു, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം മക്കയിൽ ജീവിച്ച അവസ്ഥ നന്നായിട്ട് അറിയാം. അദ്ദേഹത്തിന്റെ ആദർശത്തോട് മക്കക്കാർക്ക് ഒട്ടും സഹിഷ്ണുത ഉണ്ടായിരുന്നില്ല. ഒരു ദയാവായ്പ കാണിച്ചില്ല. അബൂ താലിബ് എന്ന വ്യക്തി ഇല്ലായിരുന്നു എങ്കിൽ അദ്ദേഹത്തോട് അവർ എന്തെല്ലാം അന്യായം കാണിക്കുമായി നമുക്ക് ഓർക്കാൻ പറ്റും. അത്രത്തോളം ക്രൂരത അവർ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ തന്റെ പ്രവർത്തനം തുടങ്ങി മുന്നോട്ട് പോയപ്പോ അവരോട് ഞാൻ മില്ലത്ത് ഇബ്രാഹിംപ്പെട്ടവനാണെന്ന് ഉറക്കെ പറഞ്ഞു. അന അലാ മില്ലത്ത് ഇബ്രാഹിം. അങ്ങനെ ഒരു വാക്കും റസൂൽ പറഞ്ഞില്ല. മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയുന്നു, ഇത്തിബാഉ മില്ലത്ത് ഇബ്രാഹിം, ഞാൻ മില്ലത്ത് ഇബ്രാഹിം പിൻപറ്റുന്ന ആളാണെന്ന അദ്ദേഹത്തിന്റെ പ്രഖ്യാപനത്തിന്റെ സാരം അദ്ദേഹം അവരോട് പറയാതെ പറയുകയാണ്, അന അലാ മില്ലത്ത് ഇബ്രാഹിം, ഞാൻ ഇബ്രാഹിം മില്ലത്തിൽപ്പെട്ടവനാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്? ഞാൻ നിങ്ങൾക്ക് അന്യനായ ഒരാളല്ല, നിങ്ങൾക്ക് അന്യതയുള്ള, നിങ്ങൾക്ക് അറിയാത്തൊരു ആദർശവുമായിട്ടല്ല ഞാൻ വന്നത്. നിങ്ങൾ ഇസ്മായിലി പരമ്പരയാണ് മക്കക്കാർ. ഇബ്രാഹിം നബിയുടെ ആദ്യത്തെ പുത്രൻ. ആ ഇസ്മായിലി പരമ്പരയിൽ പെടുന്ന നിങ്ങൾ ഇബ്രാഹിമിന്റെ പേരിൽ അഭിമാനിക്കുന്നവരാണ്. ഞാൻ ആ ഇബ്രാഹിം പെട്ടവരാണ്. ഇബ്രാഹിം മില്ലത്തുമായിട്ടാണ് വന്നിരിക്കുന്നത്. അവിടെ അദ്ദേഹം കൃത്യമായിട്ട് അവിടെ പറഞ്ഞ വർത്തമാന സൂറ അൽ അൻആമിലെ 161, 163 കൂടിയ സൂക്തത്തിലൂടെ അള്ളാഹു നമ്മോട് വീണ്ടും ഖുർആൻ ഉത്ബോധിപ്പിക്കാം. കുൽ, പ്രവാചകരെ പറഞ്ഞേക്കുക, ഉറക്കെ പറയാൻ നിങ്ങൾ അധൈര്യപ്പെടരുത്, ഉറക്കെ പറയാൻ നിങ്ങൾ ധൈര്യം കാണിക്കണം. സമൂഹം മൊത്തം നിങ്ങൾക്കെതിരാണെങ്കിൽ നിങ്ങൾ ആരെന്ന് പ്രഖ്യാപിക്കണം. ഐഡന്റിറ്റി, നിങ്ങളുടെ സ്വത്വം നിങ്ങൾ വ്യക്തമാക്കണം. അതുകൊണ്ട് കുൽ, പറഞ്ഞേക്കുക, ഇന്നനി ഹദാനി റബ്ബി ഇലാ സിറാത്തിൻ മുസ്തഖീം, നിശ്ചയം എന്റെ നാഥൻ എന്നെ സിറാത്തുൽ മുസ്തഖീമിലേക്ക്, ചൊവ്വായ പാതയിലേക്ക്, തൗഹീദിന്റെ വഴിയിലേക്ക് വഴി നടത്തിയിരിക്കുന്നു. ദീനൻ ഖിയമ, ഇതാണ് നേരെ ചൊവ്വയുള്ള ദീൻ, ജീവിത പദ്ധതി, ജീവിത ആദർശം, ജീവിത വഴികാട്ടിയാകുന്ന ദർശനം ഇതാണ്. ദീനൻ ഖിയമൻ മില്ലത ഇബ്രാഹിമ ഹനീഫ, ഋജുമാനസനായ ഇബ്രാഹിമിന്റെ മില്ലത്താണ്. ഞാൻ ഇബ്രാഹിം മില്ലത്തിൽപ്പെട്ടവനാണ്. അന അലാ മില്ലത്തി ഇബ്രാഹിം എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ് വിശുദ്ധ ഖുർആന്റെ വചനത്തിലൂടെ. എന്നിട്ട് വീണ്ടും പ്രവാചകരെ നിങ്ങളുടെ സ്വത്വം, നിങ്ങളുടെ ഐഡന്റിറ്റി, നിങ്ങളുടെ ഐഡിയോളജി, നിങ്ങളുടെ ആദർശം പറഞ്ഞേക്കുക. ഖുർആൻ അടുത്ത വാക്യത്തിൽ കുൽ, പറയുക പ്രവാചകരെ, ഇന്ന സ്വലാത്തി വനുസുക്കി മഹിയായ വമമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ, എന്റെ നിസ്കാരം, എന്റെ ആരാധന, എന്റെ എല്ലാ കർമ്മങ്ങളും, ബലികർമ്മം, ഹജ്ജ്, മനാസിക്, എല്ലാം, എന്റെ എല്ലാ കർമ്മങ്ങളും, ആരാധനയാൽ നമസ്കാരം മാത്രമല്ല, എന്റെ എല്ലാ സമർപ്പണങ്ങളും, എന്റെ ജീവിതവും മരണവും, ഞാൻ മുഴുക്കെ, ഞാനാകുന്ന ഈ ഏകകമാകുന്ന ഞാൻ, എന്റെ ജനനം, ജീവിതം, എന്റെ മരണം എല്ലാം ലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വലോക രക്ഷിതാവായ അല്ലാഹുവിന് മാത്രമാണ്. ലാ ശരീക ലഹു, അവന് പങ്കുകാരില്ല. ലാത്തൗസ മനാത്തമാരെ ഉപാസിക്കുന്നവരെ, നിങ്ങളുടെ ഈ ഉപാസനകൾ ശരിയല്ല എന്നാണ് അവർ. നിങ്ങൾ വിഗ്രഹ ആരാധകരാണ്, ഞാൻ ഏകദൈവ വിശ്വാസിയാണ്, ഞാൻ മുവഹിദാണ്, ഞാൻ തൗഹീദ് മുറുകെ പിടിക്കുന്ന ആദർശശാലിയാണ്. എന്റെ ജീവിതം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിന്റെ ഇതിവൃത്തിനകത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് എന്റെ ആരാധനയും എന്റെ എല്ലാ കർമ്മങ്ങളും, ജീവിതവും മരണവും അല്ലാഹുവിനാണെന്നതുപോലെ തന്നെ ഞാൻ നിങ്ങളെ പോലെ ശിർക്കൻ ചിന്താചരിക്കാറില്ല. വബിദാലിക ഉമിർതു, അങ്ങനെയാണ് നാഥൻ എന്നോട് കൽപ്പിച്ചിരിക്കുന്നത്. വാന ഔവലുൽ മുസ്ലിമീൻ, ഞാൻ നിങ്ങൾക്കിടയിൽ ഒന്നാമത്തെ മുസ്ലിമാണ്. നിങ്ങൾക്കിടയിൽ കുറച്ച് മുസ്ലിമീങ്ങൾ ഇപ്പോൾ ഉണ്ട്. എന്റെ രഹസ്യ പ്രവർത്തനത്തിലൂടെ ഉണ്ടായി വന്നവർ, ഇപ്പോൾ എന്റെ പരസ്യ പ്രവർത്തനത്തിന് ശേഷം ഉണ്ടായി വന്നവർ, ഞങ്ങൾ ചെറിയ മുസ്ലിം കമ്മ്യൂണിറ്റി, ഒരു മുസ്ലിം സമുദായം ഇവിടെ ഉണ്ട്. ആ മുസ്ലിം സമുദായത്തിന് തന്നെ ഔവലുൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾ ഒന്നാമനാണ് ഞാൻ എന്ന് പറയാൻ വേണ്ടി എന്നോട് പറഞ്ഞു. റസൂലുള്ളാഹി ഇത് പച്ചക്ക് പറഞ്ഞു. സ്വന്തം ഐഡന്റിറ്റിയെ, സ്വന്തം ഐഡിയോളജിയെ, സ്വന്തം ദീനിനെ, സ്വന്തം ആദർശത്തെ, സ്വന്തം സംസ്കാരത്തെ മുറുകെ പിടിക്കാനും പ്രഖ്യാപിക്കാനും ധൈര്യം കാണിക്കുന്നിടത്താണ് ഒരു മുസ്ലിമായി ജീവിക്കാൻ തുടങ്ങുന്നത്. ഐഡന്റിറ്റി മറച്ചു വെക്കുന്നവർ, ഭയപ്പെടുന്നവർ, മുസ്ലിമാണെന്ന് പറയാൻ നാണം കാണിക്കുന്നവർ, താടി വടിച്ചവർ, പേര് മാറ്റിയവർ,
മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നേരെ ചൊവ്വേ പള്ളി മുഖേന നിക്കാഹ് നടത്തിയ ഭാര്യയെ പിന്നെയും രജിസ്റ്റർ മാരേജ് നടത്തുന്നവർ, വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച സ്വത്തവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ തന്റെ സ്വത്തിൽ ഒരു വിഹിതം തന്റെ സഹോദരന്മാർക്ക് സഹോദരിമാർക്ക് പോകുമെന്ന് ഭയപ്പെടുന്നിടത്ത് പെൺമക്കൾ മാത്രമുള്ള പിതാവ് 10-30 കൊല്ലത്തിന് ശേഷവും തന്റെ ഭാര്യയെ കൊണ്ട് രജിസ്റ്റർ മാരേജ് നടത്തിയ കഥയും വായിച്ചവരാണ് കേരളീയ മുസ്ലിം സമൂഹം. ഐഡന്റിറ്റിയെ മറച്ചു വെക്കുകയാണ്. ഞാൻ മുസ്ലിമാണെന്ന് പറയാൻ ഭയപ്പെടും. എന്നിട്ടും അതേ ആളുകൾ പറയുന്നു ഞാൻ ഇന്നും സുബഹി നമസ്കരിച്ച ആളാണെന്ന്. നിങ്ങൾക്ക് ഈ പശ്ചാല ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു വക്കീൽ ഒരു വിവാദമായ സംഗതി ചെയ്തപ്പോ അന്ന് രാത്രി ചാനൽ ചർച്ചയിൽ ഇതേ വക്കീൽ അവസാനം ദേഷ്യം വന്നുകൊണ്ട് പറഞ്ഞത്, നിങ്ങൾ എന്നെ വല്ലാതെ കൈകാര്യം ചെയ്യേണ്ട, ഞാൻ ഇന്നും സുബഹിക്ക് പള്ളിയിൽ പോയി നിസ്കരിച്ച ആളാണെന്നാണ്. ഇപ്പൊ സുബഹി നമസ്കരിക്കുന്നവർ, നിക്രം ദുആയിൽ ചെല്ലുന്നവർ, പള്ളി രേഷനിൽ പേരുള്ളവർ, അതുകൊണ്ട് മഹല്ല് സംവിധാനത്തിന്റെ ഭാഗമായി നിക്കാഹും മരണാനന്തരവും ചടങ്ങും നടന്നു കിട്ടുന്നവർ, അങ്ങനെയൊക്കെയുള്ള ആളുകളെ കുറിച്ചായി പറയുന്നത്. ഞാനൊരു മുസ്ലിമാണെന്ന് പറയാൻ ഭീരുത്വം കാണിക്കുന്നവൻ മുസ്ലിമായി ജീവിക്കാൻ അർഹനല്ല. തമ്പുരാന്റെ കിതാബിൽ അവൻ അർഹനല്ല, സമൂഹത്തിലും അർഹനല്ല. ഇസ്ലാമോ ഫോബിയ വളർന്നു വരുന്ന ഒരു കാലഘട്ടമാണ്. ജീവിച്ചുകൊണ്ടിരുന്ന സാമൂഹിക ക്രമത്തിനകത്ത് നമ്മുടെ അസ്തിത്വം ചോദ്യം ചെയ്യപ്പെടുകയാണ്. പൗരത്വ രഹിതരാക്കപ്പെടുന്നവർ, രാഷ്ട്രരഹിതരാക്കപ്പെടുന്നവർ, വോട്ടവകാശത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുന്നവർ. ഇപ്പോൾ SIR നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളും ജാഗ്രത പാലിച്ചില്ലെങ്കിൽ പുറത്തായി പോകും. അകത്താകാൻ നല്ല ജാഗ്രത വേണം. നിങ്ങൾ പുറത്താവുന്നത് ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന സംവിധാനത്തിനകത്ത് ജീവിക്കുകയാണ് മുസൽമാന്മാർ. അതുകൊണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പും ഇന്നലെ അവസാനിച്ചതും ഇനി വരാനിരിക്കുന്നതുമായ എല്ലാ സംസ്ഥാനങ്ങളെയും തെരഞ്ഞെടുപ്പിനെ കുറിച്ച് വായിച്ചും പഠിച്ചും മനസ്സിലാക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ അറിയണം, നിങ്ങളല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു സംവിധാനത്തിനകത്താണ് നിങ്ങൾ ജീവിക്കുന്നത്. അത്രയും സങ്കീർണമാണ് സാഹചര്യം. അത്രയും സങ്കീർണമായ ഒരു സാഹചര്യത്തിനകത്ത് ഞാനൊരു മുസ്ലിമാണെന്ന് പറയാൻ ധൈര്യമുണ്ടോ എന്ന് നിസ്കരിക്കുന്നവൻ ചിന്തിക്കണം. അങ്ങനെ ധൈര്യത്തോടെ രംഗത്ത് വരാൻ കഴിയണം. അങ്ങനെ പറയുമ്പോഴാണ് കഴിഞ്ഞ ദിവസം ന്യൂയോർക്കിലെ മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സംഭവവികാസങ്ങൾ നമുക്ക് മുമ്പിൽ ചർച്ചയാവേണ്ടി വരുന്നത്. അവിടെ ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ തെരഞ്ഞെടുപ്പിനെ നേരിട്ടു. അദ്ദേഹം 2 വർത്തമാനം മാത്രം മുമ്പിലൊക്കെ ഉദ്ദേശിച്ചു. അദ്ദേഹത്തെ കുറിച്ച് ബാക്കി വിധി പറയാൻ ഈ ഉള്ളവനാളല്ല. അങ്ങനെ വിധി പറയേണ്ട കാര്യം നമുക്കില്ല. ഒന്ന്, ഞാനൊരു മുസ്ലിമാണ് എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു. ഇസ്രായേൽ കഴിഞ്ഞാൽ ഏറ്റവും അധികം ജൂതന്മാർ താമസിക്കുന്ന പട്ടണമാണ് ന്യൂയോർക്ക്. വലിയ വലിയ ബിസിനസ് ലോബിയാണ് അവർ. അമേരിക്കയെ അവരാണ് നിയന്ത്രിക്കുന്നത്. അമേരിക്കയിൽ ആര് പ്രസിഡന്റാണ് തീരുമാനിക്കുന്ന ലോബി ഇസ്രായേലിന്റെ. അതറിയാത്ത ഒരാൾ ഇന്ന് ഈ ഭൂമുഖത്തുണ്ടാവില്ല. അതുകൊണ്ട് അമേരിക്കക്ക് ഒരിക്കലും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യാൻ മുന്നോട്ട് പോകാൻ കഴിയില്ല. ഫിലസ്തീന് വേണ്ടി വർത്തമാനം പറയുമ്പോഴും നിർലോഭം ആയുധവും സഹായവും നൽകിയിട്ട് ഈ പറയുന്ന ഇസ്രായേലിന്റെ സകല വൃത്തികേടിനെയും കണ്ണടച്ച് ന്യായീകരിക്കുന്ന പണി ചെയ്യുന്ന ഈ സംവിധാനം അമേരിക്ക, അവിടെ അമേരിക്കക്ക് ഇസ്രായേലിന് എതിരെ UN വരുന്ന സകല പ്രമേയങ്ങളെയും വീറ്റോ ചെയ്യുന്ന അമേരിക്ക, എത്രയൊക്കെ പറഞ്ഞാലും നമുക്കറിയാം, യഹൂദന്റെ താല്പര്യങ്ങൾക്ക് പിറകെ പോകും. ആ യഹൂദ താല്പര്യങ്ങളുടെ ചിന്താ മണ്ഡലമാണ് ന്യൂയോർക്ക്. ആ ന്യൂയോർക്ക് സിറ്റിയിൽ ഒരു ചെറുപ്പക്കാരൻ ഞാനൊരു മുസ്ലിമാണെന്ന് ഉറക്കെ പറയുന്നു. ഞാൻ ഫിലസ്തീൻ അനുകൂലിയാണെന്ന് പറയുന്നു. മൂന്നാമത് ഒരു കാര്യം കൂടി പറഞ്ഞു. അത് അറബി ഭാഷയിലാണ് പറഞ്ഞത്. വിശുദ്ധ ഖുർആന്റെ ഭാഷയെ ആംഗലേയ ഭാഷക്കപ്പുറത്ത് ഒന്നിനെയും അംഗീകരിക്കാത്തൊരു സാമൂഹിക ക്രമത്തിനകത്ത് ഉറക്കെ പ്രഖ്യാപിക്കുന്നു പറഞ്ഞു. ആ പ്രയോഗം ആ പയ്യൻ അറബി ഭാഷയിലാണ് പറയുന്നത്. ഞാൻ നിങ്ങളിൽപ്പെട്ടവനാണ്, ഞാൻ നിങ്ങളിലേക്കാണ്. എന്നെ നിങ്ങൾ അന്യനാക്കാൻ ശ്രമിക്കണ്ട. നിങ്ങൾ ഞങ്ങളെ അപരവൽക്കരിക്കുന്നു, നിങ്ങൾ ഞങ്ങളെ സാമൂഹിക ക്രമത്തിന്റെ പുറത്ത് നിർത്താൻ ശ്രമിക്കുന്നു, നിങ്ങൾ ഞങ്ങളെ അരികുവൽക്കരിക്കാൻ ശ്രമിക്കുന്നു, നിങ്ങൾ ഞങ്ങളെ ഇൻവിസിബിൾ ആക്കാൻ, അദൃശ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നു. ഞങ്ങളാകുന്ന മുസ്ലിം സമൂഹത്തെ ഇസ്സത്തോടെ അഭിമാത്രം ജീവിക്കാൻ അനുവദിക്കാത്ത സംഗതി ചെയ്യുന്ന കൂട്ടരാണ് നിങ്ങൾ.
അതിന് ചുക്കാൻ പിടിക്കുന്നവർ നിങ്ങളാണ്. ലോകത്തെ എവിടെയൊക്കെ മുസ്ലിം സമൂഹം ദുരിതം അനുഭവിക്കുന്നുണ്ടോ അതിനെല്ലാം പിറകിൽ ഈ അമേരിക്കൻ ജൂത സയനിസ്റ്റ് കരങ്ങളുണ്ടെന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ നിരന്തരമായിട്ട് പറയാറ്. നമുക്ക് ആ വർത്തമാനത്തെ അവഗണിക്കാൻ കഴിയില്ല. നമ്മുടെ രാജ്യവും ഇസ്ലാമിന്റെ ബന്ധത്തെ കുറിച്ച് നമുക്കറിയാം. ഇതെല്ലാം നമ്മളുമായി ബന്ധപ്പെടുന്ന വിഷയം. ഇത് രാഷ്ട്രീയമല്ല, എന്റെ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട, നമ്മുടെ വരും തലമുറയുമായി ബന്ധപ്പെട്ട ഗൗരവകരമായ പ്രശ്നമാണ്. അവിടെയാണ് ഞാൻ ഒരു മുസ്ലിമാണെന്ന് പറഞ്ഞു, ഞാൻ ഫിലിസ്തീൻ അനുകൂലിയാണെന്ന് പറഞ്ഞു, ഞാൻ നിങ്ങൾക്കെതിരല്ല കേട്ടോ, ഞാൻ നിങ്ങൾ ഒന്നാണ്, അന മീൻകും അന ഇലയിക്കും എന്ന് പറഞ്ഞ് ഒരു ചെറുപ്പക്കാരൻ ജയിച്ചു വന്നിരിക്കുന്നു. നമുക്ക് വലിയ പാഠമുണ്ട്. താടി നീട്ടി വളർത്താതെ പഠിച്ചു കളയുന്നവർ, പേര് മാറ്റിയവർ, മുസ്ലിമാണെന്ന് അറിയാതിരിക്കാൻ മുസ്ലിം വിരുദ്ധ പക്ഷത്തിന്റെ കൂടെ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളെ കൂടെയാണ് തെളിയിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർ, പള്ളിയുമായി ബന്ധം നടത്തിക്കൊണ്ട് തന്നെ മുസ്ലിം പ്രശ്നങ്ങളിൽ സംസാരിക്കാത്തവർ, മുസ്ലിം സമുദായവുമായ വിഷയത്തിൽ ഇടപെടാത്തവർ, അതിൽ കാപ്പട്യം സ്ഥിരമായി ശീലമാക്കിയവർ, അങ്ങനെ ഒളിച്ചു കളിക്കുന്ന വലിയൊരു സദസ്സ്, വലിയൊരു കൂട്ടം നിസ്കാരത്തലമ്പുകാരുണ്ട് ഇവിടെ. പേടിക്കണം. ഇങ്ങനെ ഒരു ജീവിതം അള്ളാന്റെ ഖുർആൻ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ഇറാഖിന്റെ സങ്കീർണതയിൽ ഇബ്രാഹിം നബി അന മുസ്ലിം എന്ന് പറഞ്ഞെങ്കിൽ, മക്കയുടെ സങ്കീർണതയിൽ റസൂലുള്ളാഹി അന അവ്വലുൽ മുസ്ലിമീൻ, ഞാൻ ഒന്നാമത്തെ മുസ്ലിം, ഐ ആം ദി ഫസ്റ്റ് മുസ്ലിം എന്ന് പറഞ്ഞെങ്കിൽ, സ്വന്തം ഐഡിയോളജിയെ, ആദർശത്തെ മറച്ചു വെച്ച് രാഷ്ട്രീയ സംവിധാനങ്ങളുടെ ബലസമതൃപ്തിക്ക് വേണ്ടി പണിയെടുക്കുന്ന ഒരാൾക്കും നേരെ ചൊവ്വെ കലിമ ചൊല്ലി മരിക്കാൻ കഴിയില്ല. നിസ്കാര തഴമ്പുകൾ സിറാത്ത് പാലം കടത്തില്ല, നിസ്കാര തഴമ്പുകൾ സിറാത്ത് പാലം കടത്തില്ല എന്ന് കൃത്യമായി ബഹുമാന്യരായ പണ്ഡിതന്മാർ ഈ സംവിധാനത്തെ, ഈ അവസ്ഥയെ വിശകലനം ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, ആ പയ്യന്റെ പ്രഖ്യാപനത്തിൽ മർമ്മങ്ങളുണ്ട്. നമുക്ക് വിശകലനം ചെയ്യണം. നമ്മൾ എവിടെ നിൽക്കുന്നു, ഞാൻ എവിടെ നിൽക്കുന്നു, നിങ്ങൾ ഓരോരുത്തരും എവിടെ നിൽക്കുന്നു. ഈ നാട്ടിൽ ഒരു മുസ്ലിമായി ജീവിക്കുന്നതിൽ അഭിമാനം കൊള്ളുന്ന, ഞാനൊരു മുസ്ലിമാണെന്ന് പറയാൻ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ, ഞാൻ മുശ്രിക്കല്ല കേട്ടോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ മുസ്ലിം, ഞാൻ മുസ്ലിമാണ്, ഞാനൊരു മുസ്ലിമാണെന്ന് പറയാൻ, അതനുസരിച്ച് ജീവിക്കാൻ, ആ മാർഗത്തിൽ കാലുറപ്പിച്ചു നിൽക്കാൻ, ആ ആദർശത്തോട് കൂറുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്ന കുടുംബത്തിലെ കുടുംബ നായകന് നായികയായിട്ട് മാറാൻ, അത്തരം കുടുംബങ്ങൾ വളർന്ന ഒരു മുസ്ലിം മഹലിനെ സംവിധാനിക്കാൻ, ആ മഹലിനെ ഇസ്ലാമിന്റെ സകല നന്മകളെയും സമൂഹത്തിനെ പ്രസരിപ്പിക്കുന്ന ഒരു സംവിധാനമായി മഹലിനെ മാറ്റിയെടുക്കാൻ, അത്തരം ഒരുപാട് വ്യക്തികളെ സംവിധാനിക്കാൻ കഴിയുന്ന ക്രമത്തിൽ പ്രവർത്തന രീതിശാസ്ത്രമുള്ള സംഘടനകളായിട്ട് മാറാൻ, അങ്ങനെ പൗരത്വം ചോദ്യപ്പെടുന്ന ഒരു സംവിധാനത്തിനകത്ത്, വോട്ടവകാശം എത്തിയ സംവിധാനത്തിനകത്ത് നമ്മുടെ ഐഡന്റിറ്റി ഉറച്ചുകൊണ്ട് ജയിച്ചു വരാൻ, കരുത്തരാകാൻ, മനുഷ്യർക്ക് വേണ്ടി നിലകൊള്ളാൻ കഴിയുന്ന പുതിയ പശ്ചാത്തലത്തിലേക്ക് നമ്മുടെ കണ്ണ് തുറപ്പിക്കുകയാണ് ആ ചെറുപ്പക്കാരൻ. അതൊരു വസ്തുതയാണ്. ഇത് ഇസ്ലാമുമായി ബന്ധമുള്ളത്. എവിടെ നിന്നാണ് ഈ വർത്തമാനം ആ പയ്യന് കിട്ടിയത്? പിതാവ് ഒരു മുസ്ലിം നാമധാരിയാണ്, അമ്മ ശുദ്ധ കേരളീയ നായർ സ്ത്രീയാണ്. അപ്പോ ഒരു ഹിന്ദു സ്ത്രീക്ക്, അങ്ങനെയാണല്ലോ സംഘപരിവാരത്തിന്റെ വേർഷൻ, ഒരു ഹിന്ദു സ്ത്രീക്ക് ഒരു മുസ്ലിം പുരുഷൻ ഒരു പയ്യൻ ഉണ്ടാകുന്നു. ന്യായമായും അത്തരം ആളുകൾ എന്താ ചിന്തിക്കുക? ഒന്നുകിൽ തന്റെ ഹിന്ദു ഐക്യ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കും, മുസ്ലിം അല്ലാതെ വരുത്താൻ ശ്രമിക്കും, അല്ലെങ്കിൽ ഒരു മതവുമായി ബന്ധപ്പെട്ട യുക്തിവാദിയായിട്ടോ ഇസ്ലാം വിട്ടവനായിട്ടോ എക്സ് മുസ്ലിമായിട്ടോ അങ്ങനെയൊക്കെ രംഗത്ത് വരാൻ ശ്രമിക്കും. അങ്ങനെ ഒന്നും ചെയ്തില്ല. അവരങ്ങനെയാണ്, ഇവരിങ്ങനെയാണ്. ഞാൻ മുസ്ലിമാണ്, ഞാനൊരു പ്രാക്ടീസ് മുസ്ലിമാണ്. പ്രാക്ടീസ് മുസ്ലിം, ഇസ്ലാമിനെ ജീവിതത്തിൽ പകർത്തുന്ന മുസ്ലിമാണ്. കേവലം നാമധാരിയല്ല, പള്ളിയിൽ പോകുന്ന, ജുമാക്ക് പോകുന്ന, ഇസ്ലാം പഠിക്കുന്ന, ഇസ്ലാം സംസാരിക്കുന്ന ഒരു പ്രാക്ടീസിങ് മുസ്ലിമാണെന്ന് പറയുമ്പോൾ ആ വർത്തമാനത്തിൽ ഇനിയും ഒരുപാട് മർമ്മങ്ങളുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ വർണ്ണം ഇസ്ലാം. ആ വർണ്ണത്തെ കൈയൊഴിഞ്ഞിട്ട്, ആ വർണ്ണത്തെ കൈവിട്ടിട്ട് നമുക്കൊരിക്കലും മണ്ണിൽ മുസ്ലിമായി ജീവിച്ച് മുന്നോട്ട് പോകാനോ അള്ളാഹുവിന്റെ പിന്തുണ ആർജിക്കാനോ കഴിയില്ല. വിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് പറഞ്ഞ ഒരു വാക്യമാണ്,
ഇന്നത്തെ ഖുത്ബയുടെ മുഖദ്ദിമയിൽ ഓതി വെച്ചത് സൂറ അൽ ബഖറയിലെ 138 വചനം, സിബ്ഗത്തല്ലാഹ്, അല്ലാഹുവിന്റെ വർണ്ണം സ്വീകരിക്കുകയും അല്ലാഹുവിനേക്കാൾ നന്നായിട്ട് നിങ്ങൾക്ക് ചേരുന്ന വർണ്ണം, നിറം നൽകാൻ കഴിയുന്ന ശക്തി വേറെ ആരുണ്ട്? ഞങ്ങൾ ആ നാഥന് പൂർണ്ണമായി വഴിപ്പെടുന്നവരാണ്. എന്തൊരു സുന്ദരമായ പ്രസ്താവനയാണ്. ഈ സൂക്തം നിങ്ങൾ വല്ലപ്പോഴും കേട്ടോ? നിങ്ങളുടെ പാരായണത്തിൽ ഖത്മ തീർക്കുമ്പോ ഈ സൂക്തം കടന്നു വന്നിട്ടുള്ള ന്യായമായി ചിന്തിച്ചു പോയി. ഇതിന്റെ അർത്ഥം സിബ്ഗത്തല്ലാഹ്, അല്ലാഹുവിന്റെ നിറം സ്വീകരിക്കുകയും. ഏതാണ് അല്ലാഹുവിന്റെ നിറം? വിശുദ്ധ ഖുർആൻ, തിരുസുന്നത്ത്, തൗഹീദ്, അതിന്റെ ഈമാൻ, ഇസ്ലാം, തവക്കുൽ, ഇഹ്സാൻ. സിബ്ഗത്തല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ വർണ്ണം സ്വീകരിക്കുകയും. നിങ്ങൾക്ക് ചേരുന്ന ഏറ്റവും നല്ല നിറം, നല്ല സംസ്കാരം, നല്ല ജീവിത രീതി, നല്ല സ്ട്രാറ്റജി, നല്ല ഡിപ്ലോമസി എല്ലാം നൽകാൻ അല്ലാഹുവല്ലേ ഏറ്റവും നല്ലവൻ. അവരല്ലയോ നിങ്ങളുടെ റബ്ബ്? എങ്കിൽ ആ റബ്ബിന്റെ നിറം സ്വീകരിച്ച് ഞാനൊരു മുസ്ലിമാണെന്ന് പറയാൻ, ഞാൻ ഇസ്ലാമിക ആദർശം മുറുകെ ജീവിക്കുന്നവരാണെന്ന് പറയാൻ, എന്റെ ആദർശം കളഞ്ഞു കുളിച്ച് ഒരു സംഗതിക്ക് ഞാൻ നിൽക്കില്ലെന്ന് പറയാൻ, ഞങ്ങൾ മനുഷ്യർക്ക് വേണ്ടിയാണെന്ന് പറയാൻ, അതാണ് എന്ന സൊഹ്റാൻ മുംതാസിന്റെ പ്രഖ്യാപനം. ഞാൻ നിങ്ങളിൽപ്പെട്ടവനാണ്, അന്യനല്ല. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ്, ഈ സമൂഹത്തിന് വേണ്ടി നിൽക്കുന്നത്. ഞങ്ങൾ ഈ മണ്ണിന്റെ ഉപ്പാണ് മുസ്ലിമീങ്ങൾ. ഞങ്ങളെ മാറ്റി നിങ്ങൾ മുന്നോട്ട് പോകാൻ കഴിയില്ല. ഞങ്ങളെ അരികെ വെച്ച് വിജയിക്കില്ല. നിങ്ങളാക്കുന്നത് ഞങ്ങളാണ് എന്ന് പച്ചക്ക് പറയണ്ടേ? നാം ജീവിക്കുന്ന സാമൂഹിക ക്രമത്തിനകത്ത് എന്തേ നമ്മുടെ നാവ് പൊങ്ങാതെ പോയത്? എന്തേ നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് സംസാരിക്കാൻ കഴിയാതെ പോയത്? ഒരു സമൂഹത്തിന്റെ ഇലക്ഷനിൽ സമൂഹത്തിന് വേണ്ടി ശബ്ദിച്ചുകൊണ്ട് രംഗത്തിറങ്ങും മാപ്പുസാക്ഷിയായിട്ടല്ല, മുസ്ലിമായിട്ട്. മാപ്പുസാക്ഷികളാകാനല്ല ഖുർആൻ നമ്മെ ആഹ്വാനിച്ചത്. കരുത്തരാകാൻ, ആദർശം കൊണ്ട് കരുത്തരാകാൻ, വിദ്യാഭ്യാസം കൊണ്ട് കരുത്തരാവാൻ നമ്മൾ പഠിച്ചു. പൊളിറ്റിക്സ് കൊണ്ടും കരുത്തരാവാന്ന് പഠിച്ചു. നമ്മുടെ കുറെ ആളുകൾ പൊളിറ്റിക്സിൽ രംഗത്ത് വന്നു. അതിന്റെ ഗുണം നമുക്കുണ്ടായി. കുറെ കുട്ടികൾ IAS IPS ഒക്കെ അതിന്റെ ഗുണമുണ്ടായി. പക്ഷെ എല്ലാത്തിനെയും മൂടിയിട്ട് ഇസ്ലാം വിരോധം, വെറുപ്പ് കടന്നു വന്നപ്പോ നമ്മളിപ്പോൾ പിറകിലായി പോകുന്നു, പിറകിലാക്കപ്പെടുന്നു. എങ്കിൽ അങ്ങനെ പിറകിലാക്കപ്പെടുന്ന കാലത്തും നമ്മെ കരുത്തരാക്കേണ്ടത് ഈ പറഞ്ഞ അന മുസ്ലിം എന്ന ആദർശമാണ്. അതാണ് സിബ്ഗത്തല്ലാഹ്, അള്ളാഹുവിന്റെ വർണ്ണം സ്വീകരിക്കുകയും. അള്ളാഹുവിനേക്കാൾ നന്നായിട്ട് നിങ്ങൾക്ക് ഏറ്റവും ചേരുന്ന വർണ്ണം നൽകാൻ കരുത്തുള്ള, കെൽപ്പുള്ള അധികാര കേന്ദ്രം, അധികാരികൾ വേറെ ആരുണ്ട്? ഉറക്കെ പറയുകയും ഞങ്ങൾ ആ തമ്പുരാൻ വഴിപ്പെട്ട് ജീവിക്കുന്നവരാണ് എന്ന് സൂറ അൽ ബഖറയിലെ 138 വചനം. അള്ളാഹു കരുത്തോടെ ആദർശം മുറുകെ പിടിച്ചു ജനിച്ചവനിൽ കാലുറപ്പിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് കരുത്തും ശക്തിയും ധൈര്യവും ഈമാനികമായ ആവേശവും അറിവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم على عبدك ورسولك محمد الأمين وعلى آله وأصحابه أجمعين. أيها الناس أوصيكم ثانيا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടദാസന്മാരിൽ നാം ഏവരും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഒരു ചികിത്സാ സഹായവുമായി ബന്ധപ്പെട്ട് നമ്മെ സമീപിച്ചിട്ടുണ്ട്. ഈ പ്രദേശങ്ങൾക്ക് അറിയാവുന്ന മുഹമ്മദ് ഷഹബാന്റെ ജീവൻ രക്ഷിക്കുന്ന ശ്രമത്തിന്റെ ഭാഗമാണ്. നമ്മുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്ന് സാധ്യമാകുന്ന അളവിലുള്ള സഹായം ഈ സംരംഭത്തിന് ഉണ്ടാവണം. രണ്ടാമതായി SIR-മായി ബന്ധപ്പെട്ട കാര്യമാണ്. നമ്മുടെയൊക്കെ മിമ്പറിൽ അതുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായ ഊന്നൽ നൽകണം എന്ന നിർദ്ദേശമുണ്ട്. നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. നമ്മുടെ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, നമ്മുടെ പരിസരത്തെ ആളുകളുടെ കാര്യം ശ്രദ്ധിക്കണം. അത്തരം കാര്യങ്ങളുമായി ബന്ധമുള്ള ആളുകൾ അവരുടെ സമയം അതിനുവേണ്ടി ചെലവഴിക്കണം. ഒരാളും നമ്മുടെ ലിസ്റ്റിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. നമ്മുടേത് മാത്രമല്ല, നമ്മുടെ കൂടെ ജീവിക്കുന്ന
ദലിത് ആദിവാസി സമൂഹങ്ങളുടെ കാര്യത്തിലും പ്രത്യേക ശ്രദ്ധ വേണം. ഇന്നലത്തെ റിപ്പോർട്ട് പ്രകാരം ബീഹാറിൽ തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശം നിഷേധിക്കപ്പെട്ട മഹാഭൂരിപക്ഷവും ദലിത് ആദിവാസികളാണ്. മുസ്ലിം ദലിത് ആദിവാസികളെ വെട്ടിമാറ്റുക എന്ന കുൽസിതമായ തന്ത്രം ഇവിടെ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നിലനിൽപ്പ് സ്വാസ്ഥ്യമത്തോടുകൂടിയല്ല എന്ന യാഥാർത്ഥ്യം അറിഞ്ഞുകൊണ്ട് നാം അത്തരം കാര്യങ്ങൾ സജീവ ശ്രദ്ധ പുലർത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന സകല ശക്തികളെയും അവർക്കെതിരെയുള്ള നിലപാട്, ഇസ്ലാമികമായ നിലപാട്, ദൈവികമായ നിലപാട് എന്തോ അതനുസരിച്ച് തമ്പുരാൻ തീരുമാനമെടുക്കട്ടെ. ആദർശത്തെ മുറുകെ പിടിച്ച് ഇസ്ലാമിന്റെ മാർഗ്ഗം ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമുക്ക് ഉദവി നൽകുമാറാകട്ടെ. നമ്മിൽ മരിച്ചു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. അവരുടെ ബർസഖിലെ ജീവിതം സ്വർഗീയ അനുഭൂതികൾ നിറഞ്ഞ ജീവിതമാക്കി അള്ളാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ സ്വർഗത്തിൽ അവരെയും നമ്മെയും അള്ളാഹുവിന്റെ ഔദാര്യത്താൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. നമ്മുടെ രോഗികൾക്ക് നാഥൻ ശിഫയും ശമനവും ദീർഘായുസ്സും പ്രദാനം ചെയ്യുമാറാവട്ടെ. സാമ്പത്തികവും മാനസികവും കുടുംബപരവുമായ പ്രയാസം അനുഭവിക്കുന്ന എല്ലാവർക്കും അള്ളാഹു എളുപ്പം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ദുരിതം അനുഭവിക്കുന്ന ഫിലസ്തീനിലെ സുഡാനിലെ ഉൾപ്പെടെ എല്ലാ സഹോദരന്മാരെയും അള്ളാഹു സഹായിക്കുമാറാവട്ടെ. ഭക്ഷണമില്ലാതെ പ്രയാസപ്പെടുന്ന അവർക്ക് ഇസ്രായേൽ സമൂഹത്തിന് മന്നയും സെൽവ ഇറക്കിക്കൊടുത്ത നാഥൻ അവരുടെ ഇടപെടൽ കൊണ്ട് അന്നം നൽകി സഹായിക്കുമാറാവട്ടെ. അള്ളാഹു അവരെയും നമ്മയും കരുത്തരാക്കുമാറാവട്ടെ. ഇസ്ലാമിന്റെ ശത്രുക്കളുടെ നാശം അള്ളാഹു ഉറപ്പുവരുത്തുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك